ഹായ്. അപ്പോൾ ഇന്നൊരു മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ. മാങ്ങ ഇപ്പോൾ നന്നായിട്ട് മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു സമയമാണ്. കുറേയൊന്നും വില കൊടുക്കാതെ തന്നെ നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് മാംഗോ ഐസ്ക്രീം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഒരു 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 മാങ്ങ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്ലാസ് പാലും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി അരച്ചെടുക്കുക. ഇനി എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് അത്യാവശ്യം മധുരം ഉണ്ട്, എന്നാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുമ്പോഴേ അതൊന്ന് തിക്കായിട്ട് വരും. അങ്ങനെ തിക്കാകുന്ന സമയത്ത് നമുക്കതൊന്ന് നിർത്തി വെക്കുക. ഇനി അരച്ച് വെച്ചിട്ടുള്ള മാംഗോ വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയും ക്രീമും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ 3 മാങ്ങയും അതുപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ടായാൽ തന്നെ നമുക്ക് കുറേ അധികം ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇനി കടയിൽ പോയിട്ടൊന്നും നമുക്ക് മാംഗോ ഐസ്ക്രീം ഈ സമയത്ത് വാങ്ങി കഴിക്കേണ്ടതില്ല. മാങ്ങ കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് പോയി കഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത്രയധികം സുലഭമായി കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ മതിയാവോളം കഴിക്കുകയും ചെയ്യാം, നമുക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. ബീറ്ററില്ല എങ്കിൽ മിക്സിയിൽ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്തി വെക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് മൂടി വെച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 10-12 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ അത് നമുക്ക് ഐസ്ക്രീം പരുവത്തിലായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം വളരെ തിക്കായിട്ട് ഐസ്ക്രീമിൻ്റെ പരുവത്തിലായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഐസ്ക്രീമും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വരുന്നത് വരെ താങ്ക്സ്.